ഈശ്വര, നമ്മൾ ഈ ഐഡിയ പ്ലാൻ ചെയ്തപ്പോ വിജയിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വിജയിക്കാതെ എവിടെ പോവാനാ? മായയുടെ ഐഡിയ, എന്റെ അഭിനയം എല്ലാം കൂടി ആയപ്പോ സംഭവം കലക്കി. പിന്നെ മായ പറഞ്ഞുവിട്ട അവരില്ലേ, പലിശക്കാരനാളും ഗുണ്ടകളും, എന്നോടൊപ്പം അഭിനയിച്ചവര്, അവരെ കലക്കം പെർഫോമൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതെയോ? അവർക്ക് ഞാൻ കൊടുക്കാൻ നീറ്റിരിക്കുന്ന തുകയേക്കാൾ കൂടുതൽ ക്യാഷ് അയച്ചു കൊടുക്കാൻ പോവാ. അവരുടെ അഭിനയം കണ്ടാലേ ശരിക്കും ഗുണ്ടകളാണെന്നേ പറയൂ. അതെല്ലാം ഐശ്വര്യയുടെ ഇഷ്ടം. പിന്നെ ചുളുവില് ശ്യാമയിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ അതും എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെടുത്തു. അതൊരു വലിയ സംഭവമാണല്ലോ. അത്ര പെർഫെക്റ്റ് ആയ അഭിനയമല്ലേ ഈ ഐശ്വര്യ എല്ലാവരുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. പക്ഷേ ആ ടൈമിംഗാ കറക്റ്റ് ആയത്. കൃത്യസമയത്ത് വസുന്ധരാമയും ശ്യാമയും വരുന്ന കാര്യം മായ നോട്ട് ചെയ്ത് പറഞ്ഞേ. ദേ, അതിന് പ്രത്യേകം താങ്ക്സ് ഉണ്ട് കേട്ടോ. അയ്യോ, അത് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ചെയ്യേണ്ട കടമയല്ലേ. പിന്നെ കാര്യങ്ങള് നമ്മൾ വിചാരിച്ചതിനേക്കാളും എളുപ്പമാക്കി തന്നത് ആ ശ്യാമയാ. ശ്യാമ ഐശ്വര്യ ഹെൽപ്പ് ചെയ്തെന്നോ? സഹായിച്ചു എന്ന് പറഞ്ഞാ ഒന്നും അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. ഗുണ്ടകള് അവളുടെ അഖിയെ വളഞ്ഞപ്പോ പേടിച്ച് പോലീസിനെ വിളിച്ചു പോയതാ. എന്നിട്ട് എന്താ, പോലീസ് കൃത്യസമയത്തെത്തി. ആ, അതിനിടയ്ക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകള് രക്ഷപ്പെട്ടു. അതൊരു കണക്കിന് ഭാഗ്യമായി. എസ്ഐയുടെ മുന്നില് ഞാനൊരു അഭിനയം അങ്ങ് നടത്തി. ഐശ്വര്യ നിയമപ്രകാരം അരുണിന്റെ ഭാര്യ, ഇവളെ നിങ്ങളുടെ ഒപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന എസ്ഐയുടെ വാണി. അതെയോ? വസുന്ധരാമയും ശ്യാമയും പലതും പറഞ്ഞു, രക്ഷ കിട്ടിയില്ല. ഒടുവിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ ഞാൻ ആനന്ദ നിലയത്തിലെത്തി. ഇനി ഇവിടെയുള്ളവരെന്നെ പെട്ടെന്നൊന്നും ഇറക്കി വിടാൻ ധൈര്യപ്പെടില്ല. നിയമപ്രകാരം ഞാൻ അരുണിന്റെ ഭാര്യ. അല്ലെങ്കിൽ തന്നെ എസ് ഐ കൂടി ഇടപെട്ടിട്ടാ ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നത്. അതെനിക്കൊരു പ്ലസ് പോയിന്റ് അല്ലേ? ഇനി അശ്വതിയും മോളും, അവരെ എന്താ വേണ്ടേന്ന് എനിക്കറിയാം. ഇനിയൊന്നും നോക്കാനില്ല ഐശ്വര്യ, എല്ലാത്തിനെയും നീ തകർത്തെറിഞ്ഞേക്ക്. അത് ഞാൻ ഏറ്റു. ഇനി ഞാനൊരു മമ്മിയെ കൂടി വിളിക്കട്ടെ. പാവം എന്താന്നറിയാണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാരും മമ്മി UK പോയിരിക്കാന്നാ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ കരുതട്ടെ. ഐശ്വര്യയുടെ മമ്മിയും കൂടിയാ ഇതിന്റെ പ്ലാനിങ് എല്ലാം നടത്തിയതെന്ന് ആ പാവങ്ങൾ വല്ല അറിയുന്നുണ്ടോ? ഓക്കെ മായ, എന്തായാലും ഞാൻ മമ്മിയൊന്ന് വിളിക്കട്ടെ. ഈ സന്തോഷം മമ്മിയോട് പറയട്ടെ. ഓക്കെ, ശരി. ശരി, ഓക്കെ. നിയമപരമായി ഇവർ നിങ്ങളുടെ മകന്റെ ഭാര്യ. അപ്പൊ ഇവര് കഴിയേണ്ടത് ഭർത്താവിനൊപ്പം. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ തെളിയിക്കേണ്ടതേ കോടതിയില്ല. ഇനി കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ മകന്റെ ഭാര്യ ഭർത്താവിനൊപ്പോ താമസിക്കേണ്ടത്, മനസ്സിലായോ? സ്വന്തം ഭർത്താവിനോടൊപ്പം ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് അവകാശവും അധികാരവും ഉണ്ട്. ഇനി കയ്യാൻ കളിയൊന്നും വേണ്ട. അല്ലെങ്കിലേ ഇനി അരുണിന്റെ താമസമേ അങ്ങ് സെൻട്രൽ ജയിലിലായിരിക്കും. വസു, ആന്തേട്ടാ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് വല്ലാത്ത തിരിച്ചടിയായിപ്പോയി. ഐശ്വര്യ വീണ്ടും തിരിച്ചു വരുമെന്ന്
സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചില്ല. കഷ്ടായി പോയി. ഇനിയിപ്പോ ഇവിടെ അശ്വതി, ശ്രീകുട്ടി, പാവം മോള് ഐശ്വര്യ, അവളെ ശരിക്കും സൂക്ഷിക്കേണ്ടവളാ. ആരും അറിയാതെ ആ കുഞ്ഞിനോട് പോലും അവൾ എന്ത് ക്രൂരതയും ചെയ്യും. ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിടാത്തവൾ ഐശ്വര്യ. എല്ലാം കൂടി ഓർക്കുമ്പോ എനിക്ക് തലവേദനിക്കുക. ഈ അവസ്ഥയില് നമ്മൾ അശ്വതി എവിടേക്കാ മാറ്റി നിർത്തുക? ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇനി അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്തേക്ക് അശ്വതിയെ മാറ്റാന്ന് വെക്കാം. പക്ഷേ ശ്രീകുട്ടിയും കൂടി അശ്വതി കൂടെ കൊണ്ടുപോവില്ലേ? അതാ എനിക്ക് ടെൻഷൻ. എന്നാ പിന്നെ മോളെ ഐശ്വര്യമുള്ള ഈ വീട്ടിൽ നിർത്താന്ന് വെച്ചാ അത് അതിനേക്കാ പ്രശ്നം. അശ്വതി ശ്രീകുട്ടിയും അവരുടെ വീട്ടിൽ നിന്നപ്പോ തന്നെ അവിടെ അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചെന്നവളാ ഐശ്വര്യ. അശ്വതിയുടെ വീട്ടിൽ ഐശ്വര്യ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയെ പോലും ഇല്ലാതാക്കാൻ ഐശ്വര്യ മടിക്കില്ല. അത്രയ്ക്ക് പകയാ ഐശ്വര്യക്ക് അശ്വതിയോടും നമ്മുടെ മോളോടും ഉള്ളത്. താനിങ്ങനെ ടെൻഷൻ ആവാതെ വരട്ടെ. നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ശ്യാമ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി പിന്നെ ഒരു തീരുമാനം എടുക്കാം. ശ്യാമ ഇതിനെന്തെങ്കിലും വഴി കാണും, ഉറപ്പല്ലേ? അത് ശരിയാ. ശ്യാമ എന്തെങ്കിലും ഒരു മാർഗം കാണാതിരിക്കില്ല. ശ്യാമയോട് സംസാരിക്കാം, അതാ നല്ലത്. അവള് ഐശ്വര്യ, അവൾ എന്റെ അരുണിനോട് ഈ കുടുംബത്തോടും ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞാൻ മറക്കില്ല. എന്നിട്ട് പോലീസിനെ കൂട്ടി ഒരു നാടകവും. പെട്ടുപോയി, നമ്മൾ ആകെ പെട്ടുപോയി. എല്ലാരെയും വല്ലാത്ത ട്രാപ്പിലാക്കി വെച്ചിരിക്കുക ഐശ്വര്യ. ഐശ്വര്യ, അവൾ ഇനി ഇവിടെ ഇങ്ങനെ അധികകാലം വാഴില്ല. അവളെ എന്നേക്കുമായി പുറത്താക്കാൻ എന്താ വഴിയെന്ന് ഞാൻ കാണുന്നുണ്ട്. ആ ഐശ്വര്യയോട് ഞാൻ എല്ലാത്തിനും പകരം വിട്ടു. അവക്കൊരു വേലക്കാരിയുടെ സ്ഥാനമാണ് ഞാൻ ഈ വീട്ടിൽ കൊടുക്കാൻ പോന്നെ. എന്റെ മനസ്സിൽ ഐശ്വര്യ എന്ന എന്റെ മരുമകൾ, അല്ല സ്വന്തം മകൾ, എന്നേ മരിച്ചു. ഇനി ഐശ്വര്യ എന്റെ ശത്രുവാ, വെറും ഒരു അടിമയാ. ആനന്ദേട്ടൻ നോക്കിക്കോ, അവളെ, ആ ഐശ്വര്യയെ ഞാനിട്ട് അനുഭവിപ്പിക്കും, ഉറപ്പാ. சார், இதுதான் வீடு. ஹலோ மேடம். ஷாமா மேடம், வணக்கம். வணக்கம் சார். இவர் வந்து ரொம்ப ஃபேமஸ் தமிழ் ப்ரொடியூசர் சுப்பிரமணிய பாரதி. ഇത് ശ്യാമയുടെ അമ്മാവാ? ആ അതെ സാർ, എൻ്റെ അമ്മയാ. എൻ്റെ ഹസ്ബൻഡ് അഖിൽ സാറിൻ്റെ അമ്മ. வணக்கம் அம்மா. நீங்க வந்து பெரிய பாக்கியசாலி. இந்த மாதிரி ஒரு மருமகளை கிட்டியிலே பெரிய பாக்கியசாலி. மலையாளத்துல மாத்திரம் இல்ல, தமிழ் பிலிம் இண்டஸ்ட்ரியிலும் உங்க பொண்ணு சாமா ரொம்ப ஃபேமஸா இருக்கு. என்ன சுரம், என்ன பாட்டு! அந்த சுரம் ரொம்ப பிரமாதமா இருக்கு. கிருஷ்ண பக்தி, அந்த சுரம் கேட்டா
ഭഗവാൻ കൃഷ്ണൻ താനേ മുന്നിൽ വന്നിടും. ഇനി വന്ന വിഷയത്തിലേക്ക് കടക്കാം. ബാഹുബലി ഇല്ലയാ, ഗ്രേറ്റ് ബാഹുബലി. அந்த மாதிரி ஒரு பிரம்மாண்ட ஃபிலிம் பிளானிங்களா ഞങ്ങളோட கம்பெனி. அதுல ஒன்னு பக்தி சாங், நெக்ஸ்ட் வந்து ஒரு மெலடி சாங். ரெண்டும் நீங்களோட பொண்ணு சாம தன்னை பாடணும். സന്തോഷമുള്ള കാര്യമാണല്ലോ ഇത്. ഡീറ്റെയിൽസ് എല്ലാം നെക്സ്റ്റ് വീക്ക് അറിയിക്കാം. എഗ്രിമെന്റ് അപ്പൊ സൈൻ ചെയ്താ പോതും. പാടാൻ സമ്മതംനാ അഡ്വാൻസ് ഇപ്പോവേ തരേൻ. ரெமியூட்ரேஷன் காரியத்துல ஒரு பார்கெனிங் இல்ல. சாம கேட்கிற காசு எங்களுக்கு சம்மதம் தான். யோசிச்சு சொல்லுங்க. ശ്യാമേ, പ്രഗ്നൻസി ഈ അവസ്ഥയിൽ എങ്ങനെയാ? അത് സാരമല്ല സർ, വലിയ ഓഫറല്ലേ കിട്ടിയിരിക്കുന്നേ, പാടാം. അതാ എന്റെ ആഗ്രഹം. അമ്മ എന്തു പറയുന്നു? തമിഴ് ചിത്രമല്ലേ, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാ. പക്ഷേ അഖി പറഞ്ഞ ആ ആശങ്ക എനിക്കുണ്ട്. പ്രഗ്നൻസി സൂക്ഷിക്കണം. അത് സാരമില്ലമ്മേ, അഖിൽ സാർ ഒപ്പം ഉണ്ടല്ലോ. ഇപ്പോഴും ഈ ഭാഗ്യമൊന്നും വരില്ല, നമുക്ക് സമ്മതിക്കാം. മോള് പറഞ്ഞത് ശരിയാ, ഒരവസരം നമ്മളെ കാത്തു നിൽക്കില്ല. കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. ശ്യാമ പാടത്തെ. ശരിയമ്മേ, അങ്ങനെ ആവട്ടെ. സർ, ഞങ്ങൾക്ക് സമ്മതം. அந்த செக் புக் எடு. അഡ്വാൻസ് 10 lakhs. ബാലൻസ് ക്യാഷേ ശ്യാമ சொல்றதுதான். മുരുകാ, വാങ്ങിക്ക്. ശ്യാമ വാങ്ങുക മേഡം. കൃഷ്ണ, அப்போ நாங்க போயிட்டு வரேன். எல்லாம் சொன்ன மாதிரி மீண்டும் சந்திக்கலாம். சரி ശരി. എന്റെ കൃഷ്ണ, ഇല്ല നിന്റെ കാരുണ്യം. എന്റെ കണ്ണ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ വലിയ ഭാഗ്യം നീ എനിക്ക് കൊണ്ടു തന്നത്. ഇതിനൊക്കെ എങ്ങനെയാ നിന്നോട് നന്ദി പറയാന്ന് എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ നിന്നോട് ഞാൻ എന്തിനാ നന്ദി പറയുന്നേ? നിന്റെ സ്വന്തം ശ്യാമയല്ലേ ഞാൻ. എന്റെ ശ്യാമേ, ഇപ്പോഴാ ഞാൻ ഈ സന്തോഷ വാർത്ത അറിഞ്ഞത്. തമിഴ് ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ പാടാനോ?
അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പോ കുറെ കോടികൾ കിട്ടുമല്ലേ? എന്താണേലും ശ്യാമയുടെ ഭാഗ്യം. എന്നാ റെക്കോർഡിംഗ് ചെന്നൈയിൽ വെച്ചാവൂ അല്ലേ? അതോ നാട്ടിലെവിടെയെങ്കിലും വെച്ചാണോ? എന്തായാലും ശ്യാമയോടൊപ്പം ഞാനും വരാം. എന്തിനാ വീണ്ടും അവക്ക് വിഷം കൊടുക്കാനാ? ഐശ്വര്യക്ക് ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം ഇപ്പോൾ ഉള്ളേ. അതിനപ്പുറം ഇവിടത്തെ കുടുംബകാര്യങ്ങളിൽ ഇടപെടണമെന്നില്ല. അമ്മേ, ഞാൻ ഏയ്, നിന്റെ മനസ്സിലിരിപ്പും പ്രവൃത്തികളും അങ്ങനെയുള്ളതാണല്ലോ. വേലക്കാരിയുടെ റോളെങ്കിലും ഈ വീട്ടിൽ കിട്ടിയത് നിന്റെ ഭാഗ്യാണെന്ന് കരുത്. ശ്യാമേ, ഇവളോട് ഒരു കാര്യവും പറയാൻ നിൽക്കണ്ട. ഡീറ്റെയിൽസ് ഒക്കെ പിടിച്ചെടുക്കാൻ ഇവള് നോക്കുന്നത്. പിന്നെ ഏതൊക്കെ വഴിയിലാ തകർക്കാൻ ശ്രമിക്കാന്ന് നമുക്കറിയില്ല. സൂക്ഷിക്കണം. അറിയാലോ, ആരെ കൊല്ലാനും മടിക്കില്ല. അത്രയ്ക്ക് വിഷവിത്തായി നിൽക്കുന്നെ. ഐശ്വര്യ റാണി. ഇവളെ ഇപ്പൊ എന്റെ കൺമുന്നിൽ കാണുന്ന തന്നെ എനിക്ക് അലർജിയാ. അമ്മേ, പോ, എന്റെ കൺമുന്നിൽ നിന്ന് മാറിപ്പോ. അല്ലെങ്കിൽ എന്റെ കൈ കിട്ടുന്ന ചൂലെടുത്ത് ഞാൻ നിന്നെ തല്ലും. എന്നെ അത്രയ്ക്ക് സ്നേഹിച്ച മോളെ പോലെ കണ്ട എന്റെ വസുന്ധരാമയാണോ ഈ പറയുന്നേ? അതേടി, ആ വസുന്ധരാമ്മ ഇപ്പൊ ഇല്ല. അന്ന് നിന്നെ അത്രമാത്രം സ്നേഹിച്ച ആ അമ്മേ നീ ചതിച്ചു. അമ്മേ, ആ മനസ്സ് നീ തകർത്തു. ഇപ്പോ എന്റെ മനസ്സിൽ നിന്നോടുള്ളത് വെറുപ്പ് മാത്ര. അമ്മേ, എന്റെ കണ്ണിലെ കരടാ നീ, ഓർത്തോ? പോ, എന്റെ മുന്നിൽ പോ. അമ്മേ, ഇല്ലെങ്കിൽ ചിലപ്പോ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഞാൻ എന്തെങ്കിലും കടുകൈ ചെയ്തു പോകും. എന്റെ കൺമുന്നിൽ നിന്ന് പോകാനാ പറഞ്ഞേ. ദൂരേക്ക് പോടി. ഇവിടെ അമ്മേ, അമ്മ വേണ്ട, തല്ലണ്ട. ഐശ്വര്യേട്ടത്തി ഒന്ന് പോയേ. ശ്യാമേ, ഞാൻ വെറുതെ തല്ല് മേടിക്കണ്ടെങ്കിൽ പോവാനാ പറഞ്ഞ്. ചെല്ല്. അമ്മേ, സാരല്ല. മോളെ, അവളിവിടെ എന്റെ മക്കളെ, നിങ്ങളെ ആരെങ്കിലും തകർക്കാൻ നോക്കും. അതാ എനിക്ക് പേടി. അമ്മ ടെൻഷനാവാതെ, അമ്മ പേടിക്കണ്ട. നമുക്ക് ശ്രദ്ധിക്കാം. സാരല്ലമ്മേ. അമ്മേ, അമ്മ വല്ലാതെ ഇമോഷണൽ ആവാ. അമ്മ വാ, പോയി റെസ്റ്റ് എടുക്കാം. വാ അമ്മ, വാ. ഇവര് വസുന്ധര, ഇവരാ ഇപ്പൊ എന്റെ ശത്രു. അവസരം വരട്ടെ, എല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ.